ഹലോ, വെൽക്കം ടു എജുപോഡ്. നമ്മൾ കാത്തിരുന്ന നമ്മുടെ എക്സാമിങ് എത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പഠനം വല്ലാതെ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇനി പഠിക്കാൻ തുടങ്ങുന്നവരുണ്ടോ? ഇപ്പോഴാണോ എക്സാമിന് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നുള്ളൂ എന്ന് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. മിസ് ഞാൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, എനിക്ക് പെട്ടെന്ന് ഒരു സ്കോർ ചെയ്യാൻ പറ്റിയ രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് പാസ്സായാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെ ഒരിക്കലും പാടില്ല. ഇനി പല സാഹചര്യങ്ങൾ മൂലം പഠിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്കൊരു 30 മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്താലോ? റെഡിയാണോ നിങ്ങൾ? 30 മാർക്ക് എങ്ങനെയെങ്കിലും സ്കോർ ചെയ്യാൻ മതി അല്ലെങ്കിൽ എനിക്ക് പാസ്സായാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണോ? പക്ഷെ അതിലും ബെറ്റർ എന്താണ്, നന്നായിട്ട് പഠിച്ചോളൂ. നമ്മുടെ +2 ഫസ്റ്റ് എക്സാം ആണ്. ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്ക് സ്കോർ ചെയ്യാം. മാത്രമല്ല, നമ്മുടെ ഈ ഒരു ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇന്നെടുക്കുന്ന ക്ലാസ്സിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ മൈക്രോ ബിറ്റും അതുപോലെ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വെറുതെ നഷ്ടപ്പെട്ടത് പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ താഴെ നമ്മൾ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. നമുക്ക് നോക്കാം 30 മാർക്കിന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന്. ഏതൊക്കെയാണ് ഈ ടോപ്പിക്ക്? സിവിൽ സൊസൈറ്റി. ഒരു രക്ഷയില്ല മക്കളെ. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ അറിയാലോ, ചാപ്റ്റർ 6 ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സിവിൽ സൊസൈറ്റി. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആക്ട് 2005, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സിവിൽ സൊസൈറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, നമുക്ക് എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ പഠിച്ചോളൂ, നഷ്ടമാവില്ല. എന്തായാലും നമുക്ക് ഈ ഓണം എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് എന്താ സിവിൽ സൊസൈറ്റി? റെഫേഴ്സ് ടു ദി real or organized social life that is voluntarily non-governmental and independent of the state, where individuals and group associated to express interest, value and identities. എന്താണ് മക്കളെ ഈ സിവിൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ? എന്താണ്? സ്വമേധയാ ഉള്ളതും അതുപോലെ തന്നെ എന്തിൻ്റെ ഭാഗമല്ല? സർക്കാരിൻ്റെ ഭാഗമല്ല, സർക്കാർ ഇതരമല്ലാത്തതും സംസ്ഥാനത്തിൽ നിന്നും അല്പം സ്വതന്ത്രവുമായ ഒരു സംഘടിത സാമൂഹിക ജീവിതത്തിൻ്റെ മേഖലയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സിവിൽ സമൂഹം എന്ന് പറയുന്നത്. ഇവിടെ എന്തല്ല, ഗവൺമെൻറ്റിൻ്റെ ഒരു അത്ര വലിയ പുഷൊന്നും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. സംസ്ഥാനത്തിൽ നിന്നും സ്റ്റേറ്റിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നൊക്കെ സ്വതന്ത്രമായിട്ട് കഴിയുന്ന ഒരു സാമൂഹിക സംഘടിത ഗ്രൂപ്പാണ് ഇത് സിവിൽ സമൂഹം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താകും, വ്യക്തികളും അതുപോലെ തന്നെ നമുക്കിവിടെ ഗ്രൂപ്പുകളും കാണാൻ പറ്റും. അതുപോലെ അവിടെ താല്പര്യങ്ങൾ, മൂല്യങ്ങൾ, ഐഡൻറ്റിറ്റികൾ എന്നിവയെല്ലാം ഈ ഒരു സിവിൽ സൊസൈറ്റിയിൽ പ്രകടമാകും. മാത്രമല്ല, ഇൻക്ലൂഡ് ഓർഗനൈസേഷൻസ് ലൈക്ക് ഏതൊക്കെ ഓർഗനൈസേഷൻ? NGOs, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ്, ട്രേഡ് യൂണിയൻ ആൻഡ് റിലീജിയസ് ഗ്രൂപ്പ്, പ്രൊഫഷണൽ അസോസിയേഷൻസ് ആൻഡ് അതർ സിവിക് ഓർഗനൈസേഷൻ ദാറ്റ് കോൺട്രിബ്യൂട്ട് പബ്ലിക് ലൈഫ്. ഇതിൽ നമുക്ക് ഒരുപാട് ഓർഗനൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? NGO, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, ട്രേഡ് യൂണിയൻ, അല്ല മറ്റ് മത ഗ്രൂപ്പ്, പ്രൊഫഷണൽ അസോസിയേഷനുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ദെൻ വേറെ എന്തോ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ സ്റ്റേറ്റ്, സംസ്ഥാനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. മറ്റൊന്ന് എന്താണ്? നോൺ പ്രോഫിറ്റ് ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ അല്ലേ, ലാഭോച്ഛത ഇല്ലാത്തതും വാണിജ്യേതരവുമാണ്. എന്താണ് ഇവിടെ എന്തല്ലേ? നോട്ട് എയിം ഫോർ പ്രോഫിറ്റ്. സിവിൽ സൊസൈറ്റിയുടെ എയിം എന്തല്ല? പ്രോഫിറ്റ് അല്ല. പിന്നെ എന്തോ മാത്രം എന്താണ്? ഗോൾ ആർ സോഷ്യൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ റേദർ ദാൻ ഇക്കോണമിക്. ദെൻ മറ്റൊന്നാണ് പ്രൊമോഷൻ ട്രാൻസ്പെറൻസി ഇൻ ഗവൺമെൻറ് അല്ലെ, ഭരണത്തിൻ്റെ സുതാര്യതയെ പ്രോത്സാഹിപ്പിക്കുന്നത്. മറ്റൊന്നാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ നിയമം. അങ്ങനെയാണ് 1990-കളിൽ രാജസ്ഥാനിലെ പൗരസംഘടന മസൂർ കിസാൻ ശക്തി ശങ്കർ ആണ് ഈ ഒരു സമരം ആരംഭിക്കുന്ന. ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഗവൺമെൻറ് ഗ്രാമവികസനത്തിന് വേണ്ടി ചിലവഴിച്ച ഫണ്ടിനെ കുറിച്ചുള്ള രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് ഇതിന് തുടക്കമായത്. പിന്നീട് ഇത് ദേശവ്യാപകമായിട്ട് ഈ ഒരു സമരം
വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 13th October 2005. അങ്ങനെ ഈ വിവരാവകാശ നിയമം ജൂൺ 15 പാർലമെന്റിൽ പാസ്സാക്കുകയും ഔദ്യോഗികമായി 2005 ഒക്ടോബർ 13 ഇത് നിയമം നിലവിൽ വരികയും ചെയ്തു. അതായത് ഇംപ്രൂവ് പബ്ലിക് സർവീസ് ഡെലിവറി ഒക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എന്ത്, സാൻക്രൈസേഷൻ ആൻഡ് ഡൊമിനന്റ് കാസ്റ്റ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, പഠിച്ചു വെച്ചോളൂ, മാർക്ക് നമുക്ക് വാങ്ങിക്കാം. എന്നറിയാലോ, സാങ്കേതികശേഷം MN ശ്രീനിവാസൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് ഇവിടെ പറയുന്നുണ്ട്, റിമെമ്പേർഡ് വില്ലേജ്. പിന്നെ എന്താണ് സാൻസ്ക്രിതൈസേഷൻ എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. താഴ്ന്ന ജാതിക്കാരെ, ഉയർന്ന ജാതിക്കാരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ജീവിതശൈലി, മറ്റു സാംസ്കാരിക ചിഹ്നങ്ങൾ എന്നിവ ഏറ്റെടുക്കുന്ന പ്രക്രിയയാണ് എന്ത് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോന്നും ട്ടോ. മറ്റൊന്നാണ് ഡൊമിനൻ്റ് കാസ്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇതും കൊണ്ടുവന്ന MN ശ്രീനിവാസൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളാണ്, പഠിച്ചു വെച്ചോളൂ, നിങ്ങൾക്ക് ഒരിക്കലും ഇതെന്തില്ല വേസ്റ്റ് ആവില്ല. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ്, ഡൊമിനൻ്റ് കാസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ലാർജ് ഇൻ നമ്പർ അല്ലെ, ജനസംഖ്യയിൽ കൂടുതലുള്ള മെമ്പേഴ്സ് ഉള്ള ആളുകളാണ്. പിന്നെ ഹാവ് ലാൻഡ് റൈറ്റ്സ്, ഇവർക്ക് എന്താണ് ലാൻഡ് ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് സൊസൈറ്റിയിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്ത് ലഭിക്കുകയാണ്, ഈ ഒരാളുടെ ഇപ്പം നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയിൽ ഇത്ര ലിമിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇനി ആ ലിമിറ്റും കടന്ന ഭൂമി ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത് ഗവൺമെൻറ് പിടിച്ചെടുത്ത് ആ സൊസൈറ്റിയിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ജാതിയിലോട്ട് മെമ്പേഴ്സ് അല്ലെങ്കിൽ ആളുകൾ ആരൊക്കെയാണ് അവർക്ക് ഇത് വിതരണം ചെയ്യപ്പെടും. അങ്ങനെ അന്ന് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഇടനിലക്കാരായ കർഷകർ പിന്നെ എന്തായിട്ട് ഭൂ ഉടമകളായിട്ടുള്ള സമ്പന്നരായിട്ട് മാറുകയാണ് അല്ലേ. ദെൻ ഇക്കോണമിക്കലി പവർഫുൾ ആൻഡ് പൊളിറ്റിക്കൽ പവർ ആൻഡ് പാർട്ട് ഓഫ് എ റീജൻ പൊളിറ്റിക്സ്. ദെൻ അഗ്രേറിയൻ ഇക്കോണമി ഒക്കെ ഇതിൻ്റെ ഭാഗം ഫീച്ചേഴ്സ് ആണ്, പഠിച്ചു വെച്ചോളൂ, ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മറ്റൊന്നാണ് നമ്മുടെ ഈ നോട്ട്സ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. നമ്മൾ ഇന്നെടുക്കുന്ന നോട്ട്സുകളും എല്ലാ ആൻസേഴ്സും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിൻ്റെ സോഷ്യോളജിയിലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ചാപ്റ്റർ സമ്മറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. മാത്രമല്ല വേറെ ഒരുപാട് ലഭിക്കുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ ബിറ്റ് വരെ ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്, ഒരിക്കലും വേസ്റ്റ് ആക്കരുത്, ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ടോപ്പിക്കാണ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രൈബൽ കമ്മ്യൂണിറ്റി, പഠിച്ചു വെച്ചോളൂ. ഒരു ചാപ്റ്ററിൻ്റെ നട്ടിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ട്രൈബൽ കമ്മ്യൂണിറ്റി. അതിൽ നിന്ന് പല ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ പെർമനൻ്റ് അക്യൂർഡ് ട്രൈബ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾ എന്തായാലും ഈ എക്സാമിന് പാസ്സാണ്, ഫെയിൽ ആവില്ല. ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള, അതുപോലെ അവിടെ പെർമനൻ്റ് ട്രൈബ്സ് അല്ലെ, സ്ഥിരമായ ചിഹ്നങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യയുടെ മിഡിൽ ഭാഗം, നോർത്ത് ഈസ്റ്റ്, അതുപോലെ നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളിലൊക്കെ ഏതൊക്കെ സ്റ്റേറ്റിൽ എത്രത്തോളം പെർസെൻറ്റേജ് ട്രൈബൽസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അക്യൂർഡ് ട്രൈബ്സ്, ആർജിത സവിശേഷതകൾ. ദെൻ നമുക്കറിയാം ഇവരുടെ ഒരു മോഡ് ഓഫ് ലിവ്ലിഹുഡ് എങ്ങനെയായിരുന്നു, ട്രൈബൽസിൻ്റെ ഒരു ജീവിത മാർഗം എങ്ങനെയായിരുന്നു. ദെൻ ഫിഷർമാൻ, ഫുഡ് ഗ്യാദർ ആൻഡ് ഹണ്ടേഴ്സ്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പേഴ്സൺസ്, ദ പ്ലാന്റേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഒക്കെ ആയിരുന്നു നമുക്ക് ട്രൈബൽസിൽ ആദ്യം ഉണ്ടായിരുന്നത്. ദെൻ എക്സ്റ്റെൻഡ് ഓഫ് ദ ഓപ്പറേഷൻ ഇൻ ടു ഹിന്ദു സൊസൈറ്റി. എന്താണ് ഹിന്ദു മതത്തോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രൈബൽസ് നമുക്ക് എങ്ങനെ പറയാം. ചില ഗോത്രങ്ങൾക്ക് എന്തുണ്ട്, ഹിന്ദു മതത്തോട്
ചായ്വ് ഉള്ളവയാണ്. മറ്റു ചിലർ എന്താണ്, ഹിന്ദു മതത്തിനോട് എതിരുമാണ്. അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളും രീതികളും അവരുടെ ആചാരങ്ങളും ട്രഡീഷൻസും ഒക്കെ അവർക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ കുറച്ച് പേർ മാത്രം ഉയർന്ന പദവി അനുഭവിക്കുന്നുണ്ടെങ്കിലും മിക്ക ഗോത്രവർഗ്ഗക്കാരും മെയിൻ സ്ട്രീം ഇതിലോട്ട് കടന്നു വരുമ്പോൾ അവിടുത്തെ ഹിന്ദു സമൂഹത്തിൽ നോക്കുമ്പോൾ എന്താവും, താഴ്ന്ന പദവിയാണ് അവർ അനുഭവിക്കുന്നത്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് പഠിച്ചു വെച്ചോളൂ, മാർക്ക് ഷുവർ ആണ്, നമ്മുടെ തിയറി ചാപ്റ്റർ ആണ്, തിയറിയാണ്. ദെൻ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയും അതുപോലെ തന്നെ നമ്മുടെ മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു വെച്ചോളൂ, ഒരിക്കലും നിങ്ങൾക്കിത് വേസ്റ്റ് ആവില്ല. എന്തായാലും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. രണ്ടും ഒരുമിച്ച് ചോദിക്കില്ല, ഒന്നുകിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. എസ് ഒക്കെ ആണെങ്കിൽ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ചോദിക്കും. ഓക്കെ, വാരൻ തോംസൻ്റെ ഏതാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയും അതുപോലെ തന്നെ നമ്മുടെ മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പറയുന്നുണ്ട് അദ്ദേഹം സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ആയിട്ടാണ് അദ്ദേഹം ഓരോ രാജ്യങ്ങളെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേജ് 1 2 ഡെവലപ്ഡ് സൊസൈറ്റീസ് ആണ് വരുന്നത്. അവിടെ നോക്കുമ്പോൾ എന്താണ്, ഹൈ ബർത്ത് റേറ്റും ഹൈ ഡെത്ത് റേറ്റും, ഉയർന്ന മരണനിരക്കും അതേപോലെ ഉയർന്ന ജനനനിരക്കും കാണുന്നുണ്ട്. രണ്ടും ഹൈ ആയതുകൊണ്ട് അവിടെ സ്വാഭാവികമായിട്ട് എന്തൊക്കെ ലോ ഗ്രോത്ത് അല്ലേ, ആ രാജ്യങ്ങളിൽ നമുക്ക് കുറഞ്ഞ പോപ്പുലേഷൻ വളർച്ച അല്ലെങ്കിൽ ജനസംഖ്യ വളർച്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. സ്റ്റേജ് 2 ഡെവലപ്പിംഗ് സൊസൈറ്റി, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് സൊസൈറ്റീസിൽ എന്താണ്, ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ലോ ഡെത്ത് റേറ്റ് ആണ് നമുക്കവിടെ കാണാൻ പറ്റുക. ഉയർന്ന ജനനനിരക്കുമുണ്ട്, അതുപോലെ തന്നെ കുറഞ്ഞ മരണനിരക്കുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ ഗ്രോത്ത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും അല്ലേ, ഹൈ ഗ്രോത്ത് റേറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുക. മറ്റൊന്നാണ് സ്റ്റേജ് 3 ആണ് ഡെവലപ്ഡ് സൊസൈറ്റീസ് ലൈക്ക് യൂറോപ്യൻ കൺട്രീസ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്താണ് ലോ ബർത്ത് റേറ്റും അതുപോലെ തന്നെ ലോ ഡെത്ത് റേറ്റുമാണ്. അവിടെ ജനസംഖ്യയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, കൺട്രോൾ ഉണ്ട്. അതുപോലെ ലോ ബർത്ത് റേറ്റും ലോ ഡെത്ത് റേറ്റുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ ഗ്രോത്ത് പറയുമ്പോൾ എന്തായിരിക്കും, ലോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചുരുങ്ങിയിട്ട് വളരെ ചുരുങ്ങിയിട്ടൊരു ടാബിളായിട്ട് കൊടുത്തതാണ്. എസ് എക്ക് ഈ ടാബിൾ മാത്രം കൊടുത്ത് നിങ്ങൾക്ക് മാർക്കിന് ഫുൾ മാർക്ക് കിട്ടില്ല. എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പഠിക്കാനുള്ളൊരു ടെക്നിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇത് മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി കഴിഞ്ഞ് അടുത്തതാണ് മാൽത്തൂസിയൻ്റെ തിയറി ഓഫ് പോപ്പുലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ്, തോമസ് റോബർട്ട് മാൽത്തൂസ്, അതായത് പ്രശ്നം ഒരു ബുക്കാണ് എസ്സേ ഓൺ പോപ്പുലേഷൻ, പഠിച്ചു വെക്കുക. അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ജനസംഖ്യയുടെ വളർച്ച നിരക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, പോപ്പുലേഷൻ ഗ്രോ ഇൻ ജിയോമെട്രിക് പ്രോഗ്രഷനിലാണ് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. ഇന്ന് നമ്മുടെ അഗ്രേറിയൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എങ്ങനെയാണ് അരിതമെറ്റിക് പ്രോഗ്രഷനിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ പ്രധാന കോറായിട്ട് അദ്ദേഹം പറയുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. ദെൻ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുവാനുള്ള കൺട്രോളിങ് ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ക്യാൻ ബി 2 ways, 2 വഴികളും അദ്ദേഹം പറയുന്നുണ്ട്. പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, എന്തായാലും നമുക്ക് മാർക്ക് ഷുവർ ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹിക ബഹിഷ്കരണം. കൂടുതലായിട്ട് നമ്മൾക്ക് ഓരോ വർഷങ്ങളായിട്ട് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത്. സോഷ്യൽ എക്സ്ക്ലൂഷന്, ഡിസ്ക്രിമിനേഷന്, ഇനീക്വാലിറ്റി, അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി, സോഷ്യൽ ഹൈറാർക്കി, സോഷ്യൽ സ്റ്റീരിയോ ടൈപ്പ്, സ്ട്രാറ്റിഫിക്കേഷൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ചാപ്റ്ററിൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, 2-3 മാർക്കിനൊക്കെ നമുക്ക് കുറേ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ, എന്തായാലും ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കാം സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്താണ്. കീപ്പിംഗ് ഇൻഡിവിജ്വൽസ് വേ ഫ്രം ഓൾ ആക്ടിവിറ്റീസ് സൊസൈറ്റി ഈസ് കോൾഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ അല്ലേ. വ്യക്തികളെ സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അകറ്റി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമൂഹിക ബഹിഷ്കരണം എന്ന് പറയുന്നു. ഒന്നെങ്കിൽ ചിലപ്പോൾ ഒരു ജാതിയിൽപ്പെട്ട ആളുകളാകാം,
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗണത്തിലോ വംശത്തിലോ വർഗത്തിലോ പെട്ട ആളുകളാകാം, അല്ലെങ്കിൽ ഇന്ന ഭാഷ സംസാരിക്കുന്ന ആളുകളാകാം, അങ്ങനെ അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാകും. അപ്പോൾ അത്തരം ആളുകളെ സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുമ്പോൾ അത് നമ്മൾ എന്ത് പറയുന്നുണ്ട്? സാമൂഹിക ബഹിഷ്കരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചോളൂ, എന്തായാലും മാർക്ക് ഷുവറാണ്. 30 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാം. വേസ്റ്റ് ആക്കരുത്, കളയരുത്. നിങ്ങൾ എന്തായാലും പഠിച്ചോളൂ. അതുപോലെ നമ്മുടെ ഈ നോട്ട്സ് ലഭിക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഓണം എക്സാമിൻ്റെ ഈ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നമ്മുടെ നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മൈക്രോബിറ്റ്സ് ചാപ്റ്റേഴ്സിൻ്റെ ഈ ചാപ്റ്റേഴ്സ് സമ്മറി, മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ്, അതുപോലെ PYQസും. ദെൻ നമുക്ക് എന്താണ് ഒരൊറ്റ കുടക്കീഴിൽ നമുക്ക് ലഭ്യമാണ്. പെട്ടെന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിന് മുകളിലായിട്ട് നമ്മുടെ ലിങ്ക് ഉണ്ടാകും. പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഹാപ്പി. എല്ലാവരും എക്സാം നല്ല രീതിയിൽ എഴുതുക. ഫുൾ മാർക്കോടെ പാസ്സാകും. ഷുവറാണ്, പേടിക്കേണ്ട. എല്ലാം സെറ്റാണ്, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അതുവരെ ബൈ.